മന്ത്രിമാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ഏറ്റവും ശക്തമായി ഞാൻ ഉന്നയിച്ചത് ഇവിടുത്തെ JPCയുടെ റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള വിവാദങ്ങളുമാണ്. ഇക്കാര്യത്തിൽ ഗവൺമെൻറ് വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും നിയമനിർമ്മാണ പ്രക്രിയയെ തന്നെ അലങ്കോലപ്പെടുത്തുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്ത നടപടിയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ പറയുകയുണ്ടായി. JPC ചെയ്യാൻ പോകുന്ന ശുപാർശകളെപ്പറ്റി പത്രങ്ങളിലൊക്കെ ധാരാളം വാർത്തകൾ വന്നു. മാത്രമല്ല JPC അംഗങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ അതിനെപ്പറ്റി അവരുടെ അഭിപ്രായം പോലും കേൾക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ അത് തയ്യാറാക്കിയ നടപടിയെപ്പറ്റി പറഞ്ഞു. ഞാൻ മീറ്റിംഗിൽ നിന്ന് പറഞ്ഞത് സ്ട്രീം റോഡർ പോലെയാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഇന്ത്യ രാജ്യത്ത് പാർലമെന്റ് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ്. ആ നിയമനിർമ്മാണത്തെ പരിഹാസ്യമാക്കുകയാണ്. ഈ വഖഫ് ആക്ട് അന്ന് കൊണ്ടുവന്നത് ഇവിടെ വച്ചതിന് ശേഷം JPC പോകുന്നതിന് മുമ്പ് അതിൻ്റെ കൂടെ കുറച്ചുകൂടി വിഷം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഇത് പാർലമെന്റിനോട് തന്നെ കൈത മര്യാദക്കേടാണ്. ഇത്തരം തെറ്റായ നയങ്ങൾ പാർലമെന്റിനെ തന്നെ താഴ്ത്തിക്കെട്ടുന്ന നടപടിയാണെന്ന് സൂചിപ്പിച്ചു. രണ്ടാമത് കാര്യം ഞാൻ പറഞ്ഞത് ഹജ്ജിന്റെ കാര്യമാണ്. ഹജ്ജിന് പോകുന്നതിൽ ഇപ്പോൾ UP കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകളുള്ള സ്ഥലം എംബാർക്കേഷൻ കോഴിക്കോടാണ്. കൊച്ചി, കോഴിക്കോട്, കണ്ണൂരിൽ കൊച്ചിയിലും കണ്ണൂരിലും ഈടാക്കുന്നതിൻ്റെക്കാൾ 40,000 ഉറുപ്പിക അധികമാണ് കോഴിക്കോട് നിന്ന് ഈടാക്കുന്നത്. ഇത് തെറ്റായ നടപടിയാണ്. ഞാൻ തന്നെ മിനിസ്റ്റർ കണ്ടു കൊടുത്തത്. ഞാൻ പറഞ്ഞു, മിനിസ്റ്റർ അത് കേട്ടിരുന്നു, അന്ന് അനുകൂലമായി തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. ഇതുവരെ വന്നിട്ടില്ല. അത് ചെയ്തുകൊണ്ട് നീതി കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ JPCയിൽ മുസ്ലിം ലീഗിന് 5 മെമ്പർമാരുള്ള പാർട്ടിക്ക് കഴിഞ്ഞ ഈ JPCയിൽ നമ്മുടെ വഖഫിന്റെ JPCയിൽ അങ്ങനത്തെ കൊടുത്തില്ല. ഞാൻ ചോദിച്ചു, 5 മെമ്പർമാരുണ്ടായി UML, 3 ആൾ ലോക്സഭയിലും 2 ആൾ രാജ്യസഭയിലും. ആ പാർലമെന്റ് കമ്മിറ്റി ചേരാതിരിക്കാനുള്ള ഞങ്ങളുടെ അയോഗ്യത എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ എന്ന് പറഞ്ഞു. മൂന്നാമതൊരു കാര്യം പറഞ്ഞത് ഇവിടുത്തെ പ്രാന്തവൽക്കരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. SC, ST, OBC ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഒരുപാട് പീഡനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ശമനവുമില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.